നമ്മൾ നേരത്തെ സംസാരിച്ച കുറച്ചുകൂടി വിശാലമായ കാര്യങ്ങളാണ്. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് വരാം. ഇന്നത്തെ വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങളും ചില ആരോപണങ്ങളും ഉണ്ട്. ഒന്ന്, മുസ്ലിങ്ങളുടെ ഉയർന്ന ജനസംഖ്യാ നിരക്ക് വളരുന്നതിന് വലതുപക്ഷം എന്നുള്ള ടേം സാർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഓർ ആഗോള കോണ്ടെക്സ്റ്റ്? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്. ഇത് ആഗോള കോണ്ടെക്സ്റ്റിൽ അത് കാര്യമായി ചർച്ചപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചപ്പെടുന്നത്. കാരണം പൊതുവെ ബി ജെ പിന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബി ജെ പി ആരോപിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണമില്ല, നാളെ മുസ്ലിങ്ങൾ വലിയൊരു മെജോറിറ്റിയായി വരും, അന്ന് മുസ്ലിം രാജ്യങ്ങളിലൊന്നും മറ്റു മതവിശ്വാസികൾക്ക് മതവിശ്വാസം നിലനിർത്താനുള്ള സാധ്യതകളില്ല. അപ്പോൾ നാളെ ഇവരുടെ ജനസംഖ്യാ വളർച്ച മറ്റു മതവിശ്വാസികൾക്ക് ഒരു ഭീഷണിയാണ് എന്നൊരു ആരോപണം തുടർച്ചയായിട്ട് കാണും. അതിനോട് എന്താണ് നിലപാട്? അതിനോടൊരു നിലപാട് പറയണം എന്നുള്ളത് നിർബന്ധമാണോ? ഇല്ല, നിർബന്ധമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അതല്ല, ഞാൻ ചോദ്യത്തിനും മറുപടിക്കും എന്നുള്ളതിലുപരി നമുക്ക് ആ വിഷയം സംസാരിക്കാം. ഒന്ന്, ബി ജെ പി മുസ്ലിം, ആ ചോദ്യത്തെ ഞാനൊരു പരിധിക്കപ്പുറം അഡ്രസ്സ് ചെയ്യുന്നില്ല. ആ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. പക്ഷെ എനിക്കതിൽ അത്ര ധാരണയില്ലാത്തത് കൊണ്ടും ആ വിഷയം എൻ്റെ ഒരു വിഷയമല്ലാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ആ ചോദ്യത്തെ എല്ലാ ബഹുമാനത്തോടെയും ആ ചോദ്യത്തെ കേട്ടു, ഉൾക്കൊണ്ടു. പക്ഷെ മറുപടി ഞാൻ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോവുകയാണ്. ബി ജെ പിയും മുസ്ലിങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷവും മുസ്ലിങ്ങളും രണ്ടറ്റങ്ങളിലാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോട് സഹകരിക്കാം എന്നുള്ളൊരു രാഷ്ട്രീയ സൂചനയുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആരാണോ ഒരു രാജ്യം, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നത് അവരോട് ഒത്തുപോവുക എന്നുള്ളതാണ്, ഒക്കാവുന്ന മേഖലകളിലൊക്കെ ഒത്തുപോവുക, സഹകരിച്ച് പോവുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിൻ്റെ ഒരു സൂഫി ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാ ഇസ്ലാമിക ഫ്രാക്ഷൻസിനും ആ നിലപാടുണ്ടാവണം എന്നില്ല. ഇപ്പോൾ കേരളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരല്ല ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന CPM നേതൃത്വം നൽകി LDF ഭരിക്കുന്നു. പൊതുവെ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നുള്ളതാണ്. ഞാനൊരു സാറെന്നെ ഓർത്തഡോക്സായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഓർത്തഡോക്സ് യാഥാസ്ഥികനാണ്. യാഥാസ്ഥിക സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന കക്ഷികൾ ആരാണോ അവരോടൊപ്പം യോജിച്ചു പോവുക. കാരണം അത് ഭരണഘടനയുമായിട്ടുള്ളൊരു സന്ധിയുടെ ഭാഗമാണ്. ദേശീയ സർക്കാർ, കേന്ദ്ര സർക്കാർ BJP ആണ്. BJP എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹിന്ദുത്വയുടെ പൊളിറ്റിക്കൽ മുഖമാവാം, ആർക്കും സംശയമില്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മതത്തെ മാക്സിമം അവർക്ക് അനുകൂലമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പോളിസി അവർ തീർച്ചയായും ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ മണിക്കൂറുകളിലും ചെയ്യുന്നുണ്ട്, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. അതേസമയം അവരാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. നമ്മുടെ സർക്കാർ, ബഹുമാന്യനായ നരേന്ദ്രമോദി ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്. അമിത്ഷാ മുസ്ലിങ്ങളുടെ കൂടി ആഭ്യന്തരമന്ത്രിയാണ്. ആ അർത്ഥത്തിൽ അവരുമായി നയപരമായി വിയോജിപ്പുണ്ടാകുമ്പോഴും കാഴ്ചപ്പാടിൽ വ്യത്യസ്തത പുലർത്തുമ്പോഴും അവരെ അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി മുന്നോട്ട് പോകുക എന്നുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങൾ കാണിക്കുന്ന, മുസ്ലിം മുഖ്യധാര കാണിക്കുന്ന വളരെ മാന്യമായ കുലീനമായ ഈ മനോഭാവത്തോട് തിരിച്ചും കുലീനവും മാന്യവുമായ മനോഭാവം രാഷ്ട്രീയപരമായി തിരിച്ചു നൽകണം എന്നുള്ളതാണ് പൊതുവെ ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത്, വലതുപക്ഷത്തിൻ്റെ ഒരു ടെൻഡൻസി, ഞാൻ ആഗോളതലത്തിലാണോ എന്ന് ചോദിച്ചത്, മൊത്തത്തിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി അതികഠിനമായ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇത് ഒരു ആഗോള കോണ്ടെക്സ്റ്റിലേക്ക് പോയാൽ ഇപ്പോഴും കഠിനമായ വംശീയത, നിറത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടറിനെ മുൻനിർത്തി കുറേ അപരന്മാരെ ഉൽപ്പാദിപ്പിക്കുക, ഐഡിയോളജിക്കൽ അതേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുക. ഈ ഐഡിയോളജിക്കൽ അതേഴ്സിനെ നിലംപരിശാക്കുക, അവരെ മനുഷ്യന്മാർ പോലും അല്ലാതെ ചിത്രീകരിക്കുക. ഒരു ജസ്റ്റ് എക്സാമ്പിൾ, നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ സാറത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല. ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ ഓടിപ്പോവുകയാണ്, യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ BBC, CNN പോലെയുള്ള ആഗോള മാധ്യമങ്ങൾ അതിൻ്റെ ന്യൂസ് ആങ്കേഴ്സ് വിളിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ലോകത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ വെളുത്ത് ചുവന്ന മനുഷ്യരാണ് ഇട്ടേച്ചോടുന്നത് വീടും പറമ്പും,
ഇത് ഇറാഖിലെ അറബികളല്ല, അഫ്ഗാനിലെ മുസ്ലിങ്ങളല്ല, ഇത് യൂറോപ്യനാണ്. അപ്പോൾ അറബികളും അഫ്ഗാനികളും ഒക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. ഗാസക്കാരും മറ്റും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷേ ഇത് വെളുത്തു ചുവന്ന യൂറോപ്യർക്ക് പറ്റാത്തതാണ് എന്ന ആ ബോധം തന്നെയാണ് ഇന്നും യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത്, റിപ്പബ്ലിക്കൻ പാർട്ടികളെ നയിക്കുന്നത്, ഇന്ത്യയിൽ അതിൻ്റെ ഇന്ത്യൻ പതിപ്പിനെയും നയിക്കുന്നത്. പാർട്ടിയുടെ പേര് നമ്മൾ പറയണ്ട. അപ്പോൾ ആ ടെൻഡൻസി ഒരു ആഗോള ടെൻഡൻസിയാണ്. ആ ടെൻഡൻസിക്ക് എതിരാണ് ഇടത് ബോധത്തെയും വലത് ബോധത്തെയും, തീവ്ര വലതിനെയും എതിർക്കുന്നു, തീവ്ര ഇടതിനെയും എതിർക്കുന്നു. അതിൻ്റെ മോഡറേറ്ററായ ഒരു സ്റ്റാൻഡാണ് വാസ്തവത്തിൽ. ഇത് രാഹുൽ ഈശ്വറിൻ്റെ ആ സ്റ്റാൻഡല്ല, തീവ്ര വലതുമല്ല തീവ്ര ഇടതുമല്ല എന്നുള്ളൊരു പിടുത്തം കിട്ടാത്ത സ്റ്റാൻഡല്ല, കൃത്യമായ ഫ്രെയിമുള്ള ഒരു സ്റ്റാൻഡാണ് ഒരു മുസ്ലിം സ്റ്റാൻഡ്. യൂണിഫോം സിവിൽ കോഡ്, അതിനെ പൊതുവെ വിശാലമായി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എതിർക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് യൂണിറ്റി വേണം. അഥവാ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു വിഷയം യൂണിഫോമിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ടാർഗറ്റ് ചെയ്യപ്പെടുക. ഈ കൾച്ചറൽ മൈനോറിറ്റീസ്, ഒന്നാം ഘട്ടത്തിൽ മുസ്ലിങ്ങളായിരിക്കാം, രണ്ടാം ഘട്ടത്തിൽ അജണ്ടകളുണ്ട്, ക്രിസ്ത്യൻസ് വരും, ക്രിസ്ത്യൻസ് അത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും മറ്റു കൾച്ചറൽ മൈനോറിറ്റീസ് വരും. ഇങ്ങനെ കൾച്ചറൽ മൈനോറിറ്റീസിൻ്റെ സവിശേഷ വകുപ്പുകളൊക്കെ എടുത്തു കളഞ്ഞ് എല്ലാവരും ഒരുപോലെ എന്ന് പറയുക വഴി വാസ്തവത്തിൽ ഇവിടെ ആരാണ് ഈ പൊതുവായ ചടങ്ങുകളെ ഡിഫൈൻ ചെയ്യുന്നത്? ചിലത് മതത്തിൻ്റെതാണ്, ചിലത് പൊതുവാണ്. ഞാൻ ഡെഫിനറ്റ് ഇഷ്യൂവിൽ നിന്ന് മാക്സിമം കുതറി മാറുന്നു എന്ന് കുതറി മാറുക തന്നെയാണ്, അല്ലാതെ പക്ഷെ എന്നാലും അതിൻ്റെ ഒരു തലം നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാമല്ലോ. ഈ പറയുന്നത് പോലെ യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു കോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ആരാണ് ഈ പൊതുവിനെ നിർവചിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വളരെ വിനീതമായ ചോദ്യം. ഇത് ഇസ്ലാമിക് സിസ്റ്റം, ഇത് ക്രിസ്ത്യൻ സിസ്റ്റം, ഇത് പാഴ്സി സിസ്റ്റം, ഇത് ആദിവാസി സിസ്റ്റം, ഇത് പൊതു സിസ്റ്റം. ഈ പൊതു സിസ്റ്റത്തെ ആരാണ്? ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ നിക്കാഹ് മുസ്ലിം സിസ്റ്റം, മോതിരമടലോ സംതിങ് ക്രിസ്ത്യൻ സിസ്റ്റം, താലികെട്ടൽ പൊതു സിസ്റ്റം. ആരാണ് തീരുമാനിച്ചത്? ഇങ്ങനെ ഈ പൊതു എന്ന് നമ്മൾ പറയുന്നിടത്തൊക്കെ ആ വിഷയമുണ്ട്. ഈ പെരുന്നാൾ മുസ്ലിം, ക്രിസ്മസ് ഇത് ക്രിസ്ത്യൻ, അതേസമയം എക്സാമ്പിൾ ഏതോ ഒന്ന് അത് പൊതു. അപ്പോൾ ഈ ഒരിക്കലും നമുക്ക് ഒരു വ്യത്യസ്ത ചിന്താഗതികൾ ഉള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ എല്ലാത്തിനും കൂടി ഒരു പൊതു സാധ്യമല്ല. യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു ഫിലോസഫീനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്, അതിൻ്റെ വകുപ്പുകളല്ല. അപ്പോൾ പിന്നെ അവിടെ പ്രായോഗികമായൊരു കാര്യം, ഈ പറയുന്നത് പോലെ മൈനോറിറ്റീസിൻ്റെ ഓരോ സെക്ഷൻ്റെയും, മെജോറിറ്റി ആവട്ടെ മൈനോറിറ്റി ആവട്ടെ, അവരുടെ വിശ്വാസങ്ങളെ മാക്സിമം വിശ്വാസങ്ങളായി നിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതുവായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കലല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് നല്ലത്. പക്ഷേ അവർ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുമ്പോൾ അതിൽ പൊതുവെ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവിടെ നിൽക്കട്ടെ. ഈ ഇൻഹെറിറ്റൻസ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ഭാഗമായി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഇൻഹെറിറ്റൻസിനെ പറ്റി വിവാഹം, വിവാഹമോചനം, അനന്തരദായക്രമം, ഇത് മൂന്നുമാണ് കാര്യമായി വരുന്നത്. അപ്പോൾ അതിൽ പൊതുവെ ഇസ്ലാമികമായിട്ടുള്ള ഇൻഹെറിറ്റൻസ് ലോസ് കുറച്ച് വ്യത്യാസമാണ് പൊതുവെ എന്നുള്ളത്. അത് പൊതുവെ മറ്റ് സമൂഹങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അവിടെ തോന്നുന്നത്, ഒന്ന്, ഒരു മതവിശ്വാസികൾ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നത് ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എല്ലാവരും അറിയണം എന്നൊന്നുമില്ല. കോടതിക്ക് അറിയണം, രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയണം, ഭരണകർത്താക്കൾക്കൊക്കെ അറിയണം. അവരത് പഠിക്കാൻ ശ്രമിക്കുകയും വേണം, കാരണം അവരുടെ പൗരന്മാരുടെ സിസ്റ്റമാണിത്. രണ്ടാമത്തെ കാര്യം, അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ ചെറി പിക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, ഇസ്ലാമിൽ ഇപ്പോൾ അനന്തര സ്വത്ത്, വിവാഹം, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമിൽ വെച്ച് വേണം ഇത് മുഴുവനും വിശകലനം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ സിസ്റ്റം രൂപം കൊള്ളുന്നത്,
അത് പരസ്പരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടമയാണ്, കടപ്പാടാണ്, പരസ്പരമുള്ള കർത്തവ്യബോധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഈ പറയുന്ന അനന്തര സ്വത്ത് വീതം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പുരുഷവർഗത്തിന്, പുരുഷന്മാർക്ക് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ അവിടെ ഒരു പാട്രിയാർക്കി എന്ന് പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ്. മേധാവിത്വം എന്നുള്ള വാക്ക് നമ്മളവിടെ ഒഴിവാക്കിയാലും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ഫാമിലി ജീവിച്ചു പോകുമ്പോൾ ലളിതമായി പറഞ്ഞാൽ 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ, ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ്, അതിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്, പുരുഷനാണ് എന്നുള്ളതാണ്. ഭാര്യയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെങ്കിലും മക്കൾക്ക് രോഗമായാൽ നിർബന്ധ ബാധ്യത ഭർത്താവിനാണ്. ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഭാര്യയോട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ചോദ്യമില്ല, ഭർത്താവിനോടാണ് ചോദ്യം. അതിൻ്റെ ഒരു അറബി വേർഡാണ് വാസ്തവത്തിൽ ഖിവാമ എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജ് അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തല ഉള്ളത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഈ അനന്തര സ്വത്തിൻ്റെ വകുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് കാണാം. അത് ഈ അനന്തര സ്വത്തിൻ്റെ അവിടെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഘട്ടം മുതലേ വിശകലനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്ക് നീക്കാം. മൊത്തം നമ്മൾ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അനന്തര സ്വത്ത് എടുക്കുന്ന പരസ്പരം 2 അറ്റങ്ങളിൽ വരുന്ന കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ 34 കോണ്ടക്സ്റ്റുകളുണ്ട്. ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല. കാരണം സഹോദരൻ, അതേപോലെ ഭാര്യ ഭർത്താവ്, ഉപ്പ ഉമ്മ, മാതാവ് പിതാവ്, പിതാമഹൻ പിതാമഹി, സഹോദരൻ സഹോദരി, ഇത് മുഴുവനും നമ്മൾ പരിശോധനയിൽ 34 കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും അക്കങ്ങൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. 34 കോണ്ടക്സ്റ്റിൽ 5 കോണ്ടക്സ്റ്റിലാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി കിട്ടുന്നത്. 11 കോണ്ടക്സ്റ്റിൽ തുല്യമാണ്. 14 കോണ്ടക്സ്റ്റിൽ പുരുഷന് കുറവും സ്ത്രീക്ക് കൂടുതലുമാണ്. ബാക്കി കോണ്ടക്സ്റ്റുകളിൽ പുരുഷന് കിട്ടുന്നില്ല, സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ. ഇത് വീഡിയോയിൽ വരുമല്ലോ തീർച്ചയായും. അപ്പോൾ ഞാനിത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഇത്തരം മൊത്തം കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ലിദ്ദക്കരി മിത്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് ഖുർആൻ്റെ ഒരു വചനം. പുരുഷന് സ്ത്രീയുടെ 2 സ്ത്രീയുടെ തോത് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ലോ ആണത്, അടിസ്ഥാനപരമായ നിയമം അതാണ്. പക്ഷെ അതിനെ നമ്മൾ അതിൻ്റെ ഉപവകുപ്പുകളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ സഹോദരനും സഹോദരിയും മാത്രമാകുമ്പോൾ അങ്ങനെയാണ്, മകനും മകളും മാത്രമാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേസമയം മറ്റു ആളുകളും കൂടി ചേർന്ന് വന്നിട്ട് പരസ്പരമുള്ള മൊത്തം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ 5 ഇടങ്ങളിൽ പുരുഷന് ഇരട്ടി, സ്ത്രീക്ക് പകുതി, 11 ഇടങ്ങളിൽ ബറാബർ തുല്യം, 14 ഇടങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് കുറയുന്നു, ബാക്കി ഇടങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. ഈ ചർച്ച മുഴുവനും ചെയ്യണം നമ്മൾ. ഏക സിവിൽ കോഡിൻ്റെ ചർച്ചയിൽ ഇതൊന്നും പ്രസക്തമല്ലെന്നറിയാം. അതേസമയം ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ, ദായക്രമം ചെയ്യുമ്പോൾ എന്ന ഒരു ആരോപണം മണ്ണറിയാതെ നടത്തുക എന്നുള്ളതാണ് വിമർശകരുടെ ഒരു പതിവ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ വകുപ്പുകൾ ഇങ്ങനെ വിശാലമായി പോവുകയാണ്. പക്ഷേ ഈ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ആക്ടർ ഭാര്യയായിട്ട് ഡിവോഴ്സ് ചെയ്യുകയും 3 പെൺകുട്ടികളുള്ള ആൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതൊരു അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടല്ല, ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. ഈ ടെൻഡൻസി കാണിക്കുന്നവർക്ക് മൊത്തത്തിൽ ഇസ്ലാമിക സിസ്റ്റത്തോടൊരു ചടപ്പുണ്ടാവും പല കാരണങ്ങളാൽ. അപ്പോൾ അതിനൊരു ഹേതു അവരുടെ ഫാമിലിയിലേക്ക് ഈ വിഷയമാണ് വന്നത്, അപ്പോൾ അതെടുത്ത് ഉദ്ധരിക്കുന്നു. മറ്റു ചിലർ അവരുടെ ഒരു സിസ്റ്റത്തിലേക്ക് ലൈഫിലേക്ക് വന്നത് വേറൊരു ആസ്പെക്റ്റ് ആയിരിക്കും, അത് ഉദ്ധരിക്കുന്നു. അങ്ങനെ കിട്ടിയൊരു കാരണം എടുത്ത് പറയുന്നു എന്ന് മാത്രമായിരിക്കും. അദ്ദേഹത്തിനും തന്നെ ഒരു പക്ഷേ ഈ പറയുന്ന ഇതിൻ്റെ എല്ലാ വകുപ്പുകളും അറിയണമെന്നൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആ വ്യക്തിയെയും കുടുംബത്തെയും കുറിച്ച് എനിക്കറിയില്ല. വിവാഹവുമായിട്ട് എനിക്ക് ഹിന്ദു മതത്തിൽ തന്നെ പലരും പണ്ടൊക്കെ പല കല്യാണങ്ങൾ നടത്തിയിട്ടുള്ള പണ്ട് ക്രിസ്ത്യാനികളും പണ്ട് പല കല്യാണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊന്നും വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറെയും കുറേ ഇങ്ങനത്തെ സംശയങ്ങൾ പൊതുവെ ആളുകൾക്കുള്ളത്, ഒന്ന് ഒരു സ്ത്രീ
അര സ്ത്രീ ഒരു പുരുഷന് 2 സ്ത്രീ എന്ന മാതിരി ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ റേപ്പിൻ്റെ കാര്യത്തിൽ അതാണ് പ്രധാനമായിട്ടുള്ള വേറൊന്ന്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ അതിന് സാക്ഷി പറയുന്ന അത് കണ്ടമാനം ഇൻ്റർനാഷണൽ കേസസ് ഉണ്ട്. അങ്ങനെ അത് സാക്ഷിയില്ലാതെ വരികയും അത് റേപ്പ് തെളിയിക്കപ്പെടാതെ വരികയും റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ചിലപ്പോൾ അൺലോഫുൾ സെക്ഷന് ഇത് ചെയ്യപ്പെട്ട് ആ പെൺകുട്ടിയെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കേസുകൾ ഇൻ്റർനാഷണലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അതൊക്കെ ഈ പൊതുവെ ഇസ്ലാമിനെതിരെ ഒരു ഇസ്ലാമിക സിസ്റ്റത്തിൽ എനിക്കത് ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് മനസ്സിലായിട്ടില്ല. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സാക്ഷി പറയുന്ന അവസരത്തിൽ ഇത് ശരിയാണ്, ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് വരുന്നതല്ല. പക്ഷെ പൊതുവെ ഇസ്ലാമിൻ്റെ രീതികളെ വിശകലനം ചെയ്യുമ്പോൾ പല റേപ്പ് വിക്ടിംസിന് നീതി കിട്ടുന്നില്ല. പിന്നെ ഇനീക്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ സ്ത്രീയുടെ വാക്കിന് പുരുഷൻ്റെ വാക്കിൻ്റെ അത്ര വിലയില്ല കോടതിയിൽ, ഇസ്ലാമിക കോടതിയിൽ എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ എനിക്ക് ആദ്യത്തേത് ഒരു താത്വികമായൊരു വിഷയമായിട്ടാണ് തോന്നിയത്. അതായത് ഇസ്ലാമിക് ശരിയ നടക്കുന്ന നാടുകളിൽ അങ്ങനെ ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നമ്മളെ താത്വികമായി പറയുമ്പോൾ അല്ല, അതിൻ്റെ ഒരു തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു റേപ്പ് ബലാത്സംഗം ഉണ്ടായാൽ, ബലാത്സംഗം എന്ന് മാത്രമല്ല ഇസ്ലാമിൽ ആ ഒരു തലം ഒന്നുകൂടി വിശാലമാണ്. വ്യഭിചാരം എന്ന് പൊതുവായി നമുക്ക് പറയാം. അത് വ്യഭിചാരത്തിൻ്റെ വ്യത്യസ്തമായ മനോഭാവങ്ങൾ അനുസരിച്ച് കൊണ്ടാണല്ലോ മലയാളത്തിലെ നമ്മുടെ അർത്ഥങ്ങൾ മാറി മാറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏത് വിഷയമായാലും, അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാര്യമായാലും ഇനി ഇങ്ങനെ സമ്മതമില്ലാതെയുള്ള പീഡനങ്ങളായാലും എങ്ങനെയായാലും അതിന് സാക്ഷികൾ വേണമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ഒന്ന് മറിച്ചുമുള്ള മിസ്യൂസിങ് ഉണ്ടാവാതിരിക്കുക, മറ്റൊന്ന് ആത്യന്തികമായ നീതി ഇസ്ലാമിൽ ഇവിടെയുള്ള കോടതികൾ ആയിരിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തലമുണ്ട്. ഈ പീഡനമേൽക്കേണ്ടി വന്ന കുട്ടിയുടെ അല്ലെങ്കിൽ പീഡിപ്പിച്ച വ്യക്തിയുടെ പൂർണ്ണമായ അതിൻ്റെ ന്യായവശങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് തെളിയിക്കാനോ കണ്ടെത്താനോ കഴിയില്ല. അതിനപ്പുറമുള്ള തലം ദൈവികമായ കോടതിയിൽ നിന്നായിരിക്കും, പരലോകത്തിൽ നിന്നായിരിക്കും രക്ഷയും ശിക്ഷയും എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികത. രണ്ടാമത്തേത്, ഇത്ര സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഈ പുതിയ ചർച്ചയിൽ തന്നെ നമുക്ക് വ്യക്തികളെ ഒഴിവാക്കാം. കേരളത്തിൽ പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറയുന്ന ചർച്ചയൊക്കെ സജീവമായി വരുന്നൊരു കാലമാണ്. കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ആ ചർച്ച വളരെ സജീവമായി വന്നു. ലോകാടിസ്ഥാനത്തിൽ ഏത് പെണ്ണിനും ഇപ്പോൾ ഉണ്ടല്ലോ #me too ടാഗ്, ആദ്യം കൂടെ നിന്ന് കാര്യം നേടിയിട്ട് ഇനി ഊറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പുരുഷന്മാരെ പ്രതികളാക്കുന്ന സിസ്റ്റം ഒരിക്കലും സ്ത്രീകളെ താഴ്ത്തിയതല്ല. ആ ഒരു സിസ്റ്റം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സമൂഹം ഇന്നാണ് ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. അതിനും ഒരു തലം ഉണ്ടാവരുത്. ഒരു സ്പർശനത്തിൻ്റെ പേരിലോ ഒരു വാക്കുപയോഗിച്ചതിൻ്റെ പേരിലോ ഇത് ബലാത്സംഗമാണ് അല്ലെങ്കിൽ വേശ്യാവൃത്തിയാണ്, വ്യഭിചാരമാണ് എന്ന് പറയുന്ന തരത്തിൽ സ്ഥാപിക്കപ്പെട്ടുകൂടാ. നമ്മളിന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സ്വഭാവം, പീഡനം എന്നൊരു വാക്ക് മാത്രം എടുത്തു നോക്കൂ. ഒരിക്കലും റേപ്പിനെ ഞാൻ ചെറുതാക്കുകയല്ല. ഒരുപക്ഷെ ഇതിനെ അങ്ങനെ വായിക്കുന്നവരോ കേൾക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ തിരുത്തുകയാണ്. റേപ്പിനെ ചെറുതാക്കുകയല്ല. അതേസമയം നമ്മളതിൻ്റെ ഒരു റിപ്പോർട്ടിങ് ഒരു അതിനെ വളരെ അതിൻ്റെ ഒരു സെൻസ് പുറത്ത് വരുന്നത് പീഡനം എന്ന വാക്കിൻ്റെ അർത്ഥം ലൈംഗികമായ ഒരു അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അതേസമയം ഇസ്ലാമിൽ അതിന് ഓരോന്നിനും ഓരോരോ ശിക്ഷയാണ്. സമ്മതമില്ലാതെ ടച്ച് ചെയ്താൽ വകുപ്പ് വേറെയാണ്, അശ്ലീല വാക്കുപയോഗിച്ചാൽ വേറെയാണ്, അതിൽ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണെങ്കിൽ അതിന് വേറെയാണ്. കഠിനമായ വകുപ്പാണ് ബലാത്സംഗത്തിനുള്ളത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. തെളിയിക്കപ്പെട്ടാൽ ജീവൻ പോകുന്ന വിഷയമാണ്. അല്ലാതെ ഇത് 2 കൊല്ലം തടവും ഫൈൻ്റെയും വിഷയമല്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ നമ്മൾ പീനൽ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ പ്രതികൾ വിലസുന്നു. നമ്മളതുകൂടി ചെക്ക് ചെയ്യണം. ഈ 100 കണക്കിന്
സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, ഉപയോഗിച്ച, രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരുപാട് സാമൂഹികമായ ഇൻഫ്ലുവൻസസ് നമ്മുടെ നാട്ടിലുണ്ട്. പോളിസി മേക്കേഴ്സ് ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അവരൊക്കെ ഇന്ന് എന്താണ് നിയമമാവേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഈ സിസ്റ്റം നടക്കുന്ന ഒരു ലോകത്ത് വെച്ചാണ് നമ്മൾ ഇസ്ലാമിലെ വിക്ടിംസിന്, റേപ്പിസ്റ്റിന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ പറ്റിയേക്കുന്നു, വിക്ടിംസ് അവർക്ക് അർഹതപ്പെട്ട നീതി കിട്ടുന്നില്ല എന്നുള്ള സൂക്ഷ്മമായൊരു തലം ചർച്ച ചെയ്യുന്നത്. ആ സൂക്ഷ്മമായൊരു സ്പേസ് അവിടെ ഉള്ളത്, പുരുഷന്മാർക്കെതിരെ ആ നിയമം മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് ഒന്ന്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സാക്ഷികൾ ഇത്രയും വേണമെന്ന് പറയുന്നത്. സാക്ഷികൾ വേണമെന്ന് മാത്രമല്ല, അവർ എങ്ങനെ കണ്ടിരിക്കണം എന്നുകൂടി ഇസ്ലാം പറയുന്നുണ്ട്. കേവലം ഒരു മുറിയിലേക്ക് പോകുന്നത് കണ്ടാലൊന്നും സാക്ഷ്യത്തിൽ കൂട്ടുകയില്ല. ആ കൃത്യം തന്നെ ദൃക്സാക്ഷ്യം വഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു നേരിയ ചാൻസ് ഉണ്ട്. അത് തെളിയിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വിക്ടിമിന് മാനസികമായി പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ അവിടെ മറ്റൊരു തലം പറയുന്നു, അത് ഒരു പരീക്ഷണം എന്ന പോലെ ഏറ്റെടുക്കുകയും അതിന് മാക്സിമം മരണാനന്തരം ഇത് പ്രതിഫലമാവുകയും ആത്യന്തിക നീതി കിട്ടുകയും ചെയ്യും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം, ഒരു പെണ്ണ് എനിക്ക് നീതി കിട്ടിയില്ല ഇസ്ലാമിക സിസ്റ്റത്തിൽ, എൻ്റെ വിക്ടിം ഇപ്പോഴും സമൂഹത്തിൽ ശിക്ഷ കിട്ടാതെ ജീവിക്കുന്നു, ഞാൻ ഇര ഇപ്പോഴും നീതി കിട്ടാതെ നരകിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഇസ്ലാമിക സിസ്റ്റത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും. അതേസമയം ആധുനിക ഇസ്ലാമിക് സ്റ്റേറ്റുകളിലെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ്. സാഫിയ ഹുസൈനി, നൈജീരിയ, 2002. നൈജീരിയ അല്ല, പാകിസ്ഥാൻ അല്ല, ആ ചാർട്ട് അല്ല, നിങ്ങളത് വായിക്കണ്ട, ചാർട്ട് നിങ്ങൾ വായിക്കണ്ട. അതേസമയം ഈ രാജ്യങ്ങളെ മുഴുവനും ഒരു ഇസ്ലാമിക സിസ്റ്റമായിട്ട് സാർ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമിക സിസ്റ്റമായിട്ട് ഇപ്പൊ നമുക്ക് സൗദി അറേബ്യനെ പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതാ ഞാൻ പറയുന്നത്. ഒരു ഇസ്ലാമിന്റെ ഒരു ഐഡിയൽ ഫ്രെയിമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് മറുപടി പറയാൻ ബാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ നൈജീരിയ, സുഡാൻ, നൈജീരിയ. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഇന്നലെയോ മെനയാന്നോന്ന് എനിക്കറിയില്ല, ന്യൂസിൽ വായിച്ചത്, ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുകൊണ്ട് 3 ലക്ഷം സൗദി പൗരന്മാർ ബഹ്റൈനിലേക്ക് പോയി. വിശദീകരിക്കണ്ടല്ലോ എന്തിനാണ് അവർ ബഹ്റൈനിൽ പോയത് എന്നുള്ളത് ലോകത്തിനറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. ആ ഒരു ഫ്രെയിമിൽ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഇസ്ലാമിക ശരീഅത്തിനെ അവരിലേക്ക് ചേർത്തിട്ട് വിശകലനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും ആരോപണം ഉന്നയിക്കാം, സംശയിക്കാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിലും പ്രത്യേകിച്ച് കേരളത്തിലൊരു കോണ്ടെക്സ്റ്റിലുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നു എന്ന് നമ്മൾ അധികം ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ഇപ്പോൾ ഈ വിശ്വപൗരൻ, ഗ്ലോബൽ സിറ്റിസൺ കാലാന്നല്ല എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അതിന്റെ ഇടയിൽ കയറുന്നില്ല, കംപ്ലീറ്റ് ചെയ്തോളാം. അല്ല, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടില്ലേ, അത് പൊതുവെ സമൂഹം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഈ മനുഷ്യർക്ക് തന്നെ ഒരു പരിധിക്കപ്പുറമൊന്നും പ്രസക്തിയില്ല. ഒരിക്കലും അത് ഇവിടെ ചർച്ചയിൽ കേരളത്തിലെ ഇസ്ലാം വിമർശകരൊന്നും ഉന്നയിക്കാത്തൊരു കാര്യമാണ്, അത് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നക്ഷത്രങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മമായ തലങ്ങൾ, മാക്രോ ആൻഡ് മൈക്രോ എല്ലാ അസ്തിത്വങ്ങളും സൃഷ്ടാവിനെ വണങ്ങി വിശ്വസിക്കുന്ന, നിലകൊള്ളുന്ന അടിമകൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ മനുഷ്യരെ പ്രകൃതിയുമായി അണക്കുന്ന, പ്രപഞ്ചവുമായി അണക്കുന്ന ഒരു ഫിലോസഫിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുന്നു, നക്ഷത്രങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും സാഷ്ടാംഗം ചെയ്യുന്നു, മരങ്ങളും സാഷ്ടാംഗം ചെയ്യുന്നു. അപ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള സവിശേഷ ജീവികളാണ്. പ്രത്യേകം മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ്, പ്രപഞ്ചത്തിൻ്റെ തന്നെ നേതാവ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. പ്രവാചകർ മനുഷ്യർക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതല്ല. അതേസമയം മനുഷ്യരെ മാത്രം പരിപാലിച്ച് മനുഷ്യരുടെ കർമ്മങ്ങളൊക്കെ വിലയിരുത്തി എന്നിട്ട് അതിന് രക്ഷയും ശിക്ഷയും കൊടുക്കുന്ന മനുഷ്യൻ്റെ ഒരു മാസ്റ്ററല്ല ഇസ്ലാമിലെ അള്ളാഹു. പ്രപഞ്ച സൃഷ്ടാവാണ്. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന അടിസ്ഥാനപരമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു വാക്ക് തന്നെ റബ്ബുൽ ആലമീൻ എന്നുള്ളതാണ്, പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവ്. അപ്പോൾ ഞാൻ നേരത്തെ ഇസ്ലാം മാത്രം എന്നുള്ളൊരു വാക്ക് വരാതെ സൂക്ഷിക്കുകയാണ്. മൊത്തം നമ്മൾ ഈ പ്രപഞ്ച വീക്ഷണങ്ങളെ വിലയിരുത്തി നോക്കിയാൽ ഇസ്ലാമിൻ്റെ ഒരു അഴക് എന്ന് പറയുന്നത് നമ്മളെയും പ്രപഞ്ചത്തെയും ഒരു മാലയിൽ കോർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളും തെങ്ങും ഒരു വിഷയത്തിലെങ്കിലും ഒന്നാവണ്ടേ? ഏത് വിഷയത്തിലാണ് ഒന്നാവുന്നത് വെച്ചാൽ തെങ്ങിനും നമുക്കും ഒരു സൃഷ്ടാവാണ്, ഒരു നാഥനാണുള്ളത് എന്നൊരു കൺസെപ്റ്റ് ഖുർആൻ മുന്നോട്ട് പോകുന്നു.
ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലൊരു എൻറ്റിറ്റി തന്നെയാണ് നമ്മളും സൂര്യനും. രണ്ട് പദാർത്ഥങ്ങളാണ്, രണ്ട് മാറ്റേഴ്സാണ്. നമ്മളെയും അതിനെയും ബന്ധിപ്പിക്കുന്നത് അത് അതിൻ്റേതായ രീതിയിൽ ഭ്രമണം ചെയ്യുന്നു. ഇസ്ലാം മനസ്സിലാക്കുന്നു അത് മനുഷ്യൻ കാവക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നത് പോലെയാണ് ഗാലക്സികളും മിൽക്കി വേസും അതിനപ്പുറമുള്ള ലോകങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അത് ചിരിക്കാം, പരിഹസിക്കാം, എന്തിനേയും ഇസ്ലാമികവൽക്കരിക്കുന്നു, മൗഢ്യമെന്ന് പറയാം. പക്ഷേ ഇങ്ങനൊരു ഫിലോസഫി, ഇങ്ങനൊരു തിയറി ഇസ്ലാം മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു വിഭാഗം ഒരു തിയറി മുന്നോട്ട് വെക്കുകയും ആ തിയറിയെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള എവിഡൻസുകൾ കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഏത് തിയറിയും ഒരു ഫാക്റ്റായി മാറുന്നത്. തിയറി അടുത്ത ഘട്ടത്തിൽ ഫാക്റ്റാവും എവിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പോലെ ഇതിനൊരു താളമുണ്ട്. താളം തെറ്റിച്ചുകൊണ്ട് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നില്ല. സ്വമേധയാ താളം ഒരാൾ രൂപപ്പെടുത്താതെ രൂപപ്പെടില്ല. നമ്മൾ ഫിസിക്സിൻ്റെ ലെവലൊക്കെ ഈ ചർച്ചയിലൊക്കെ പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അതായത് എനിക്ക് മനസ്സിലായി, ഉദ്ദേശിച്ചത് മനസ്സിലായി. ഓക്കെ, പക്ഷെ അത് ആ ഒരു കാഴ്ചപ്പാടും മറ്റു മതവിശ്വാസങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? മറ്റു മതവിശ്വാസത്തിന് ഞാൻ ഇസ്ലാം മാത്രമുള്ള വാർഡ് ഇവിടെ ഉപയോഗിക്കായിരുന്നു. അതേസമയം ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞു 4 ഗ്രന്ഥങ്ങളും സാധാരണ മദ്രസയിൽ വരെ പഠിക്കുന്ന ഒരു സെൻറ്റൻസാണ്. സൃഷ്ടാവ് പ്രവാചകന്മാർ മുഖേന 4 കിതാബുകളും 100 ഏടുകളും കൊടുത്തയച്ചു എന്നാണ് പറയുക. ശരിക്കും ഏടുകളുടെ അറബിയാണ് കിതാബ്. നമുക്ക് 104 ഏടുകൾ എന്ന് പറഞ്ഞാൽ മതി. അതേസമയം ഇന്ന് അറിയപ്പെട്ട 4 ഏടുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഖുർആന്, ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ മാറ്റം വരുത്തുന്നതിന് മുമ്പ് അതായിരുന്ന എന്ന് പറയപ്പെടുന്ന ആണെങ്കിലും അല്ലെങ്കിലും ഇഞ്ചീൽ, അതേപോലെ തോറ, അതിനു മുമ്പ് പഴയ നിയമം സബൂർ. പക്ഷെ 100 പുസ്തകങ്ങൾ വേറെയും കിട്ടണം. 100 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ നൽകപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ ചരിത്രത്തിലും പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയുന്നില്ല. അത് കാലഹരണപ്പെട്ടു, ഇന്നത് കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഗവേഷണങ്ങളിൽ പറയുന്നത് ഈ മറ്റു മതങ്ങൾ ഗ്രന്ഥങ്ങളായി ഉപയോഗിക്കുന്ന ഇതിഹാസങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത് മനുഷ്യർ അതിൽ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. ബേസിക്കലി ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണത്. ഇത് ദൈവികമായിരുന്നു. പിന്നെ അതിൻ്റെ വാക്താക്കൾ അവരുടെ താല്പര്യം അതിൽ കടത്തിക്കൂട്ടിയതാണ്. അപ്പോൾ ലോകത്തെ മനുഷ്യർക്ക് കിട്ടിയ എല്ലാ ആചാര്യമതങ്ങളുടെയും എല്ലാ ഇതിഹാസങ്ങളും അത്തരമെല്ലാ ഋഗ്വേദങ്ങളും വേദങ്ങളും എല്ലാം ബേസിക്കലി അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. മാറ്റത്തിലുകൾക്ക് വിധേയമായിട്ടുണ്ടാവാം, അതിലൊരുപാട് മറ്റു ഫാക്ടറുകൾ ചേർന്നിട്ടുണ്ടാവാം. അപ്പോൾ മറ്റു മതങ്ങളും ഇത്തരം ആശയങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് വെക്കണമല്ലോ. മറ്റു മതങ്ങളും കൂടി മുന്നോട്ട് വെക്കുമ്പോഴല്ലേ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ശരിയാവുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ ചർച്ച കാണുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു അവിശ്വാസി ഇസ്ലാമിനെയും ഈ മതത്തെയും എങ്ങനെ മാറി ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് 2 ഉത്തരങ്ങൾ വേണം ഇതിൽ. ഒന്ന്, ഒരു വിശ്വാസി ആയ ഒരാൾ, അതായത് ഇസ്ലാം മാറി ചിന്തിക്കുന്നതിൽ ഒഴിവാവുക, രക്ഷപ്പെടുക അല്ല, ഒരു വിശ്വാസികൾക്കും ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അവിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അവർ ചെയ്യുന്ന ഒരു വിശ്വാസി ഇസ്ലാമിനെ പറ്റി പൊതുവേ നമ്മൾ പലരെയും കാണുന്നുണ്ടാവുമല്ലോ, പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടാവും. ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒരു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടാവും. വളരെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ വിശ്വാസികളുടെയിലും കാണാൻ സാധ്യതയുണ്ട്, പലതും അവിശ്വാസികളുടെ കൂടെ കാണും. അവരുടെ ചിന്തയിൽ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ ആ ഒരു വിഷയം തുടങ്ങിയിട്ടോ. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിലായിരിക്കാൻ മതി. അപ്പോൾ ആധുനികത എന്നുള്ളൊരു ടേം ഞാൻ പറഞ്ഞല്ലോ. ബേസിക്കലി 2 കാഴ്ചപ്പാട്. ഇസ്ലാമും ഡെമോക്രസിയും ഒരുപക്ഷെ എതിരാവുന്നില്ല എന്ന് നമുക്ക് പറയാം. ഡെമോക്രസി എതിരാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ഇലാസ്തികത, വികാസക്ഷമത ഇസ്ലാമിനുണ്ട് ആ അർത്ഥത്തിൽ. അതേസമയം ഇസ്ലാം ശരിക്ക് ഒരു വേഴ്സ ആവുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനോടാണ്. അവിടെയാണ് ഈ സ്വതന്ത്ര ചിന്ത ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരെയും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയും ഇസ്ലാം ഒരു അപര വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ അതറാണെന്നുള്ള ഒരു ഫീലിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നൊരു കൺസെപ്റ്റ് നമ്മൾ എത്രത്തോളം കാലം ഇങ്ങേ അറ്റത്തേക്ക് വരുംതോറും കൂടുതൽ മെച്ചപ്പെട്ട കാലമാവുന്നു, മെച്ചപ്പെട്ട മനുഷ്യരാവുന്നു എന്നുള്ളതാണ്. 1900-ങ്ങളിലെ മനുഷ്യരെക്കാളും മെച്ചപ്പെട്ടവരാണ് 2000-ങ്ങളിലെ മനുഷ്യന്മാർ. 2000-ങ്ങളിലെ മനുഷ്യന്മാരെക്കാളും മെച്ചമാണ് 2100-ലെ മനുഷ്യന്മാർ. ഇതാണ് മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആധുനികമായ
കൺസെപ്റ്റ് അല്ല, പ്രാചീനമായ കൺസെപ്റ്റാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. 1900-കളിലെ മനുഷ്യരെക്കാൾ നല്ലവരായിരുന്നു. നല്ലവർ മീൻസ് വിശദീകരിക്കാനുണ്ട്. 800-ലെ മനുഷ്യന്മാർ അവരെക്കാളും ഉത്തമന്മാരായിരുന്നു 700-ലേത്. പിറകിലേക്ക് പോകുന്തോറുമാണ് കാലത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ പറയുന്നില്ല. ഇസ്ലാം എൻഡ് വെക്കുന്നത്, ഈ ശരീഅത്ത് എൻഡ് വെക്കുന്നത് പ്രവാചകൻ്റെ കാലമാണ്. ആ കാലത്തേക്ക് മടങ്ങുമ്പോഴാണ് കൂടുതൽ നല്ല മനുഷ്യരെ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ സ്വാർത്ഥതയുള്ള മനുഷ്യരെയാണ് കിട്ടുന്നത്. ഈ കൺസെപ്റ്റാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രവാചക കാലത്തെ ഒരു യുദ്ധഭൂമി, ഇസ്ലാമിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരു യുദ്ധഭൂമി തന്നെ എടുക്കാം. യുദ്ധഭൂമിയിൽ ഒരു രംഗം, 2-3 ആൾ മരണം കാണുകയാണ്. പ്രവാചകൻ്റെ അനുചരന്മാർ മരണം കാണുകയാണ്, വെട്ടേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഒരു തോൽപാത്രത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ എതിർക്കുന്നത് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ വെച്ചുകൊണ്ടാണല്ലോ. ആ ടെക്സ്റ്റുകളിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ തോൽപാത്രത്തിൽ വെള്ളവുമായി മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ മനുഷ്യനത് വെള്ളമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റേ ആളെ ചൂണ്ടുന്നു, അയാൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. ആ ആൾ മറ്റേ ആൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ തോൽപാത്രമായി ഓടുന്ന ആൾ ആകെ കൺഫ്യൂസ്ഡായി വട്ടം ചുറ്റുന്നു. ഫലത്തിൽ 3 ആളും മരണപ്പെടുന്നു, ആരും വെള്ളം കുടിക്കാതാവുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നൊരു ത്യാഗം, ഒരു സാക്രിഫൈസ് ബോധമാണ് അന്നത്തെ ഒരുപാട് ചരിത്രങ്ങളിൽ നിന്നുള്ള ഒരു ഖണ്ഡമാണ്, ഒരു ഛേദമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇന്ന് ഈ ഒരു ചിത്രലോകത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു മുദ്രാവാക്യം തന്നെ വാട്ട് ഈസ് മൈ ബെനിഫിറ്റ് എന്നുള്ളതാണ്. മാക്സിമം അവനവൻ്റെ ഇപ്പോൾ കഴിവ് ബൂസ്റ്റ് ചെയ്യുക, യോഗ്യതകൾ ബൂസ്റ്റ് ചെയ്യുക, അതിനെ മാക്സിമം കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ പുറത്തിടുമെന്നാണ് പുതിയൊരു ടെൻഡൻസി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്നത് തന്നെ നിങ്ങളെ മാക്സിമം നിങ്ങൾ കണ്ടെത്തൂ, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ലോകത്തും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നേടിയെടുക്കൂ എന്നുള്ളതാണ്. അപരനെക്കുറിച്ചൊരാലോചന ആധുനികത മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ആധുനികതയുടെ ഒരു ഗ്രാഫ് എങ്ങോട്ടേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാര്യം പോകുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ്, ആ മനോഭാവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള വായനയുടെ, തെറ്റിദ്ധരിച്ചവരും അവിശ്വസിക്കുന്നവരും പരിഹസിക്കുന്നവരും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക സ്റ്റെപ്പ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണമെന്ത്, പ്രപഞ്ചവീക്ഷണമെന്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ്. ഒരിക്കലും തീവണ്ടിയും വിമാനവും കമ്പയർ ചെയ്തിട്ട്, വേറെ ഒരു ഉദാഹരണം ചിലപ്പോൾ ശരിയാവാൻ തെറ്റാവാം, വിമാനവും ട്രെയിനും കമ്പയർ ചെയ്തിട്ട് നമുക്ക് വിമാനമാണോ ട്രെയിനാണോ നല്ലത് എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു തലനോ വിമാനം എയറിലൂടെ പോകുന്നതാണ്, മറ്റൊന്ന് കരയിലൂടെ പോകുന്നതാണ്. അതേസമയം ബസ്സാണോ ട്രെയിനാണോ എന്ന് പറയാം, രണ്ടും കരയിലൂടെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന തലം. എന്ന് പറഞ്ഞതുപോലെ രണ്ട് മേഖലകളെയാണ്, അല്ലെങ്കിൽ 2 ഏരിയകളെയാണ് ഇസ്ലാമും മോഡേണിറ്റിയും പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം നമ്മളെ മാക്സിമം നമുക്ക് ശരിപ്പെടുത്താം, മെച്ചപ്പെട്ട നമ്മളെ ഉണ്ടാക്കി തീർക്കാം, നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ വ്യക്തിപരമായി ആർജിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മോഡേണിറ്റി. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിനെയും മോഡേണിറ്റിയെയും കൂട്ടിക്കെട്ടുന്ന ഒരു മനോഭാവമാണ് ഇസ്ലാം വിമർശകർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെ വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് മോഡേണിറ്റിയെ വെക്കുന്നു. എന്നിട്ട് ഇസ്ലാമിന് 9 മാർക്ക്, മോഡേണിറ്റിക്ക് 10 മാർക്ക്. ഇത് രണ്ടും രണ്ടല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇത്, എനിക്ക് ഏകദേശം പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ലില്ല, അത് എനിക്ക് മനസ്സിലായി, പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ മോഡേണിറ്റി എന്ന് പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ പുതിയ സമയം ചെല്ലുന്തോറും ആളുകൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഞാൻ ഒരു ആരോപണമല്ലോ ഉന്നയിച്ചത്. ഈ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തിഗത ഒരു മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു കാഴ്ചപ്പാട്, നമുക്ക് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണിത്. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടാൽ, ഇന്നത്തെ നീ എന്താ വല്ലാതിരിക്കുന്നത്, കരഞ്ഞതുപോലെ ഉണ്ടല്ലോ, എന്താണ് നിൻ്റെ പ്രശ്നം, ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേസമയം ഒരാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണെങ്കിൽ അടിപൊളിയാണല്ലോ, എപ്പോഴും ഹാപ്പിയാണല്ലോ, നിന്നെ പോലെ ആവാൻ എന്താണ് വേണ്ടത്, ഈ സമൂഹം ചോദിക്കുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ ഒരു മുസ്ലിം, ഒരു സൂഫി ചോദിക്കുക, നീ എന്ത് ഒന്നും ആലോചിക്കുന്നില്ലേ, എപ്പോഴും ചിരിയാണല്ലോ, ഇങ്ങനെ ചിരിച്ച് നടാൻ മതിയോ, എന്തൊക്കെ പൊരുളുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒന്നും ചിന്തിക്കുന്നില്ലേ? കരയുന്ന ആളോട്, കരച്ചിലൊരു നല്ല കാര്യമാണ്. കരയുമ്പോഴാണ് ഒരു മനുഷ്യൻ ജെനുവിൻ ആവുന്നത്.
ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയണം. കരയണം മീൻസ് ദുഃഖം കൊണ്ട് കരയണം എന്നുള്ളതല്ല. പൊരുളുകൾ ആലോചിച്ചും സ്വന്തം നിസ്സഹായത ചിന്തിച്ചും ഹൃദയം തരളിതമാകണം, നിർമ്മലമാകണം. ചിരിക്കാൻ ആർക്കും പറ്റും, കരയാൻ എല്ലാവർക്കും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ പിന്നെ നമ്മൾ ഈ പറയും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉദാഹരണം, അടുക്കളയിൽ നിലവിലുള്ള ഉപകരണങ്ങളുടെ 2/3 നമ്മൾ ഡൊണേറ്റ് ചെയ്താലും വീട്ടിൽ ഒന്നും പാകം ചെയ്യപ്പെടാതെ പോകില്ല, അത്രയും പാത്രങ്ങളുണ്ട്. എന്നാലും വന്നെന്തേ പറയുക, ഇത് സിമ്പിൾ വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്, കുറച്ചുകൂടി ആർജിക്കൂ, വാങ്ങൂ, ഇത് ട്രൈ ചെയ്യൂ. മനുഷ്യർക്ക് തിന്ന് രോഗമാണ്. പുതിയ പുതിയ ടേസ്റ്റുകൾ, ഇത് ട്രൈ ചെയ്യൂ. ഈ ടേസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന കമ്പനികൾ തന്നെയായിരിക്കും ആശുപത്രി മുന്നോട്ട് വെക്കുന്നത്. ഈയിടെ ഏതൊരു എഴുത്തിൽ ഞാൻ വായിച്ചു, ചില ഹോട്ടലുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ബില്ലിൻ്റെ കൂടെ അതേ കമ്പനി നടത്തുന്ന ആശുപത്രിയുടെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് നമ്പർ കൂടി ചേർത്ത് വെക്കണമെന്ന്. അപ്പോൾ എല്ലാം കൂടുതൽ നേടിയെടുക്കൂ, സന്തോഷിക്കൂ, ചിരിക്കൂ, സംസാരിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയുന്നൊരു ടെൻഡൻസി ഒരു ഭാഗത്തും. മറുഭാഗത്ത് കുറേ കാലമായില്ലേ മിണ്ടുന്നു, ഇനി കുറേ കാലം നീ മിണ്ടാതിരിക്കുക, കുറച്ച് ചിന്തിക്കൂ, കുറച്ച് ആലോചിച്ച് കരയോ, ഉള്ളത് മതി, ആർക്കെങ്കിലും കൊടുത്തേക്കൂ എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫിയാണ്. ഇതിൽ മെച്ചപ്പെട്ടത് ഒഴിവാക്കൂ, മിണ്ടല്ല, കുറച്ച് കരയൂ എന്ന് പറയുന്ന കൺസെപ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആധുനിക മനുഷ്യന്മാരെല്ലാം മോശക്കാരാണ് എന്ന ആർഗ്യുമെൻ്റ് അല്ല. അതൊരിക്കലും ഒരു ശരിയായ കാഴ്ചപ്പാടായിരിക്കില്ല. ഇന്ന് വളണ്ടറി പ്രവർത്തനങ്ങൾ എക്സാമ്പിൾ ഇന്നാണ് കൂടുതൽ, ജീവകാരുണ്യം ഇന്നാണ് കൂടുതൽ, നമ്മളതിനൊന്നും എതിർക്കുന്നില്ല. അതേസമയം കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഇനി നമുക്ക് ഇതേ പറയാൻ കഴിയുള്ളൂ, ഈ പറയുന്ന പുതിയതാവൂ എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടി പ്രകൃതിദത്തം, മനുഷ്യന് മാനവികതയ്ക്ക് നല്ലത്, പഴയതാവൂ എന്നൊരു ടേം ഞാൻ ഉപയോഗിക്കുന്നില്ല, മനുഷ്യനാവൂ, മനുഷ്യൻ്റെ ആ ജനിതകമായ ഭാവത്തിലേക്ക് തിരിച്ചു പോകുമെന്നും പറയണ്ട, ജനിതകമായ ഭാവം നിലനിർത്തൂ എന്ന് പറയുന്നതായിരിക്കും. അല്ല, അതെനിക്ക് മനസ്സിലായി, ഇത് മനസ്സിലായി. ഇതിനൊരാൾക്ക് എനിക്ക് ഇതിനൊന്നും ഇതാണ് മോഡേണിറ്റി എങ്കിൽ, അതായത് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള, അതായത് സാധനങ്ങൾ നേടാനും അവനവന് വേണ്ടി ടേം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ പ്ലഷർ സീക്കിങ്. അതേപോലെ ഈ റിലേറ്റീവ് പോവർട്ടി മീൻസ് നിങ്ങൾ എത്ര കാലമായി ആൾട്ടോ ഉപയോഗിക്കുന്നു, ഇനി ഇന്നോവയാക്കൂ, ഇനി ഓടിയാക്കൂ. നമ്മൾ കൂടുതൽ ഐഹികമായ വിഭവങ്ങൾ കൂടുതലുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മളെ സ്വയം ദരിദ്രരാക്കുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഒരു ടേം ഈ അടുത്ത് വായിച്ചു, ഈ എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. ഞാനിവിടെ ഇല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും, അതുകൊണ്ട് ഡെയിലി 3 സ്റ്റാറ്റസ്, 2 റീൽസ്, വേണ്ടാത്ത നല്ല അഭിപ്രായം പറയാം. ഇങ്ങനെയുള്ള ടെൻഡൻസികളൊക്കെ മാറ്റി വെച്ച് നീ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നത്, കുറെ കാലം മിണ്ടാതിരിക്കേ, അതിനൊരു സുഖമുണ്ടല്ലോ. തീർച്ചയായിട്ടും മൗനം ശാന്തി, ഈ ഫോണ് സൈലന്റ് ആക്കുക, ഫ്ലൈറ്റ് ഓഫ് ആക്കുക, പിന്തിരിയുക. ഈ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന ആ സാധനത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. അതിന് നമ്മുടെ അറബിയിൽ അതിന് സുഹുദ് എന്നൊക്കെയാണ് പറയാം. ഈ സുഹുദിൻ്റെ ഒരു ഫിലോസഫിയാണ് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ബദൽ ഫിലോസഫി എന്ന് പറയുന്നതാണ്. പിന്നെ അവിടെ വേറെ പ്രശ്നമുണ്ട്, ഇന്നത്തെ ആധുനികത എല്ലാം യന്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനതിൽ നിന്ന് പുറത്തല്ല, ഞാനൊരു വിശുദ്ധ പശുവും, നിങ്ങളൊക്കെ അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ നമ്മളോട് ഷിയാബ്ക സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു, എത്ര മണിക്ക് പോകണം. അപ്പം ഞാനെന്താ പറയുന്നത്, ഇവിടുന്ന് മെട്രോ ഉണ്ടല്ലോ, എനിക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഞാൻ ആശ്രയിക്കുന്നത് യന്ത്രങ്ങളെയാണ്. ഇപ്പോൾ മൊബൈലിൽ എത്ര ശതമാനം ചാർജുണ്ട്, നമ്മൾ ആദ്യം നോക്കുന്ന വിഷയം. ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്പ് അത് ലെനോവയുടേതാണോ അല്ല ആപ്പിളിൻ്റെതാണോ സാംസങ്ങിൻ്റെതാണോ, നമുക്കൊരു ചില ബ്രാൻഡ് സെൻട്രങ്ങളുണ്ട്, അതിന് ബാറ്ററി ബാക്കപ്പ് ഇത്ര കൂടും, അതിന് ഫങ്ഷൻ ഇത്ര കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെ, മനുഷ്യനെ റിലേ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനും യാന്ത്രികമായ സാധനങ്ങളാണ്, സെൻസ് ഇല്ലാത്ത സാധനങ്ങളാണ്, മതവിശ്വാസികൾ പോലും. അപ്പോൾ ശരിക്കും ഞാൻ പറയേണ്ടത്, എനിക്ക് വൈകിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ അള്ളാഹ് ഉണ്ട്, തവക്കൽത്തു അലല്ലാഹ് എന്നാണ്. ഇത് പറയേണ്ട ഞാൻ പോലും എന്താ പറയുന്നത്, എനിക്കിവിടെ മെട്രോ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്, എനിക്ക് വിളിച്ച ആൾക്കാർ വരാൻ ഫോണുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മതവിശ്വാസികളെയും ആത്മീയവാദികളെയും പോലും സ്വാധീനിച്ചു ഈ പറയുന്ന ഈ ആധുനിക ബോധം എന്നുള്ളതാണ്. അതിനെ വിമർശിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, സമൂഹം വിമർശിക്കേണ്ട പലതിനെയും മുസ്ലിങ്ങൾ വിമർശിച്ചിട്ട് അതൊരു മുസ്ലിം ഇഷ്യൂ ആയി മാറിപ്പോയി ഇവിടെ. ചിലതിനെയൊക്കെ സമൂഹം തന്നെ തിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലഹരി, എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്, എല്ലാവരും ഇപ്പോൾ അതാണ് ചർച്ച ചെയ്യുന്നത്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റോഡിൽ മുഴുവനും ഫ്ലക്സാണ്,
ലഹരി ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ അതിനെന്തായാലും എതിർക്കണം. ഇത് ഞാനൊരു കാഴ്ചപ്പാട് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പറയുന്നു, ചില നമ്മുടെ മഹല്ലുകളിൽ പോലും ഇങ്ങനെ ഫ്ലക്സ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിവാഹം കെട്ടിച്ചു കൊടുക്കില്ല, അതിൻ്റെ നിക്കാഹിൻ്റെ ചടങ്ങുകൾ മഹല്ല് ചെയ്തു കൊടുക്കില്ല. രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രീയ സംഘടനൻ്റെ പേര് പറയുമ്പോൾ വിവാദമാവും. ഒരു സംഘടനൻ്റെ ഫ്ലക്സ് കണ്ടു, ഈ നാട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ, കുറേ ലഹരി സാധനത്തിൻ്റെ പേര് പറഞ്ഞ് ഇതൊക്കെ ഉപയോഗിച്ചാൽ ആദ്യം ഞങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്യും, എന്നിട്ട് പോലീസിനെ ഏൽപ്പിക്കും. മോബോക്രസിയാണ്. പക്ഷെ ലളിതമായിട്ട് ആലോചിച്ച് നോക്കൂ. ഇന്നലെ അങ്ങനെ രാഹുൽ ഗാന്ധിൻ്റെ കുറച്ചു വിവേകമുള്ളൊരു പ്രസ്താവന കണ്ടു. ജനങ്ങൾക്ക് മനസ്സിൽ, യുവാക്കൾക്ക് മനസ്സിൽ പ്രതീക്ഷയില്ലെങ്കിൽ ലഹരിയിൽ പ്രതീക്ഷ കൊടുക്കും അങ്ങനെയുള്ള ഒരു ടേം, അത് കറക്റ്റാണ്. അതേസമയം അവിടെയും ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെ ആത്മീകവാദിക്ക് പറയാനുള്ളത്, ലഹരി പാടില്ല എന്ന് ഒരിക്കലും മനുഷ്യനോട് പറയാൻ പറ്റില്ല. മനുഷ്യന് ലഹരി ഉണ്ടായേ പറ്റൂ. ഒരു ബദൽ ലഹരി കൊടുക്കൂ എന്നുള്ളതാണ്. സിന്തറ്റിക് നാർക്കോട്ടിക്, ഈ പറയുന്ന MDMA, എനിക്ക് പേരറിയില്ല, ആ പറയുന്ന ആ സാധനങ്ങൾ, ഇത്രയും കാലം ഞാൻ MDM എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്താണ് ഫ്ലക്സ് കണ്ടപ്പോൾ MDMA ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ സൂക്ഷിച്ചിട്ട് ആ പദം പറഞ്ഞത്. ഇത്തരം ലഹരികൾ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ ഇന്നതാണ് ലഹരി എന്ന് പറഞ്ഞു കൊടുക്കണം. അക്ഷരങ്ങൾ ലഹരിയാവണം, ആശയം ലഹരിയാവണം, ആത്മീയത ലഹരിയാവണം, ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസം ലഹരിയാവണം. ഒരു സമാന്തര പ്രണയ ലഹരി ഒരു മനുഷ്യന്റെ ഉള്ളിലില്ലെങ്കിൽ മനുഷ്യന് മടുത്ത് മരിച്ചു പോയില്ലേ? എത്ര സമയമാണ് ഡള്ളായിട്ട് നിൽക്കുക? അപ്പൊ അവനെ ഈ എനർജറ്റിക് അല്ലെങ്കിൽ അവളെ എനർജറ്റിക് ആക്കാൻ, നാളെയും ജീവിക്കണമെന്ന് പ്രതീക്ഷ കൊടുക്കാൻ ഏതോ ഒരു ഇൻസ്പിറേഷൻ ഉള്ളുന്ന് കത്തണം. നിങ്ങളെ ഉറക്കുന്നതല്ല, ഉറക്കത്തിൽ കാണുന്നതല്ല ഡ്രീം, ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് ഡ്രീം എന്ന് APJ പറഞ്ഞ പോലെ ഈ ലഹരി എന്നൊരു ഡ്രീം, ഒരു സ്പിരിച്വൽ ഡ്രീം ഉള്ളുന്ന് തിളങ്ങണം. അപ്പോൾ പിന്നെ മറ്റൊരു ശ്രദ്ധിക്കില്ല. അത് ഈ സ്പിരിച്വൽ ലഹരി മാത്രമാണ് ലഹരി എന്നും ഞാൻ കയറി പറയുന്നില്ല. ഒരു ആശയപരമായ സമാന്തര ലഹരി മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അവനവനെ നശിപ്പിക്കാത്ത ലഹരിയിലേക്ക് പോവുള്ളൂ. കറക്റ്റ്. ഞാൻ കുറെ നേരം പറയുന്നത് നിങ്ങൾ അരവാക്കുകൊണ്ട് മുറിച്ചിട്ടു. അത് എനിക്ക് തോന്നുന്നൊരു നമുക്ക് ഈ ഒരു എപ്പിസോഡ് നിർത്താൻ പറ്റിയ ഒരു നല്ലൊരു പോയിന്റാണ്. അത് പണ്ടൊരിക്കൽ ഏതോ ഒരു മതവിശ്വാസി തന്നെ പറഞ്ഞതാണ്, എന്താണ് പാപം, എന്താണ് പുണ്യം. ഇന്ന് വേദനിപ്പിച്ച് നാളെ സന്തോഷിപ്പിക്കുന്നതാണ് പുണ്യം, ഇന്ന് സന്തോഷിപ്പിച്ച് നാളെ വേദനിപ്പിക്കുന്നതാണ് പാപം. അപ്പൊ അങ്ങനെയുള്ള ലഹരികൾ ഒഴിവാക്കുക. ഇസ്ലാമിൽ ഒരു പുണ്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു അനുചരൻ പ്രവാചകനോട് ചോദിക്കാൻ പോയി, പക്ഷേ ചോദിക്കാതെ തന്നെ മറുപടി കിട്ടിയെന്ന് പറയുന്നൊരു കാര്യമാണ് സൽസ്വഭാവമാണ് നന്മ, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ചെയ്തു കഴിഞ്ഞാൽ വേണ്ടില്ലായിരുന്നു, മോശമായിപ്പോയി എന്ന് തോന്നുന്നതും മറ്റുള്ളവർ അറിഞ്ഞേക്കുമോ എന്ന് പേടിക്കുന്നതുമാണ് തിന്മ. അതായത് ഈ CCTV കാലത്തെ കൂടി ഉൾപ്പെടുത്തിയൊരു വാക്കാണത്. വൽ ഇസ്മുമാ ഹാക ഫീ നഫ്സിക്. ചെയ്തു കഴിഞ്ഞാൽ മോശമായിപ്പോയി തോന്നുന്നതാണ്, മനസ്സിൽ കാറമുല്ല തറക്കുന്ന പോലെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നതും. അപ്പോൾ കരിഹിത്ത ഐ അത്വലി അലൈഹിന്നാസ്, മറ്റാരെങ്കിലും കണ്ടേക്കുമോ എന്ന് നിനക്ക് ബേജാറാകുന്നതുമാണ്. കറക്റ്റാണ് ആ പറയുന്ന സംഗതി.